ലൂക്കോസ് 2:41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ട് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഡിസംബർ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷം ദൈവം നമുക്ക് ധാരാളം നന്മകൾ നൽകി. ആ നന്മകളേക്ക് ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും സമയം നമുക്ക് പ്രത്യേകമായിട്ടും ഉപയോഗിക്കാം. ജീവിതത്തിൽ വല്ല കുറവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് മാപ്പപേക്ഷിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു കുടുംബ ജീവിതത്തിൽ നാം എന്തൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന് വളരെ മനോഹരമായി ലൂക്കോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇത്. ഏതാണ്ട് 6-7 കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ പറയാണ്, പതിവനുസരിച്ച് അവർ ദേവാലയത്തിലേക്ക് പോയി. ആ കുടുംബത്തിൻ്റെ ഒരു പതിവായിരുന്നു കൃത്യമായി ദേവാലയത്തിൽ പോകുക. യൗസേപ്പും മറിയവും ഉണ്ണിയേശുവും തമ്മിലുള്ള ബന്ധമല്ല പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ഒന്നാണ് ദേവാലയത്തിൽ പോകുക. ഒരു പതിവാണ്. എല്ലാ ദിവസവും പോകാൻ ഒക്കുമെങ്കിൽ അത് ഏറ്റവും ഉചിതമായ ഒന്നാണ്. ഇനി എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിൽ നിർബന്ധമായി ദേവാലയത്തിൽ പോകുന്നത് ഒരു പതിവാക്കണം. മാതാപിതാക്കൾ പോകണം, മക്കളെയും ഒരുക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ പറയുന്നു, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് ചേർത്ത് വെച്ച് സഭയുടെ നിയമം പറയും, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിൽ വിശ്രമാന കാണുകയും ലാഭേച്ഛ മൂലമുള്ള ജോലിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും വേണം. ഞായറാഴ്ച ദിവസം ദൈവത്തിൻ്റെ ദിവസമാണ്. ദൈവത്തെ നാം മാനിച്ചാൽ ദൈവം നമ്മളെയും മാനിക്കും. കൃത്യമായി ദൈവത്തോടൊരു ബന്ധം, ആത്മബന്ധം പുലർത്തുവാൻ എല്ലാ ക്രൈസ്തവനും സാധിക്കണം. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. മാമോദീസായിൽ ആത്മാവിൽ ജനിച്ചവരെണ്ണം. ജനിച്ചാൽ മാത്രം പോരാ, ആത്മാവിൽ നാം വളരണം. ആത്മാവിൽ നാം വളരണമെങ്കിൽ ഈ ദൈവിക ആത്മീക ബന്ധം കൊണ്ട് മാത്രമേ നമുക്ക് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നസറത്തിലെ കുടുംബത്തിൻ്റെ പ്രത്യേകത പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പതിവാക്കണം. ദേവാലയത്തിൽ പോകുക എന്നുള്ളത് ഒരു പതിവാക്കണം. സങ്കീർത്തനം പറയുന്ന, കർത്താവേ, ഒരു കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിന്റെ ആലയത്തിലായിരിക്കുവാനും നിന്റെ മധുരം നുകരുവാനും നീ എന്നെ അനുവദിക്കണമേ എന്ന് സങ്കീർത്തനം പറഞ്ഞു. ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് മധുരം നുകരുക എത്ര സൗഭാഗ്യകരമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം.
രണ്ടാമതായിട്ട് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ദേവാലയത്തിൽ പോയി ആരാധനയൊക്കെ നടത്തി കുറേ ആളുകൾ ഒന്നിച്ചൊക്കെയാണ് പോയത്. തിരിച്ചു പോരാൻ നേരത്ത് യേശു 12 വയസ്സുള്ള യേശു ബാലനായ യേശു അവരുടെ കൂടെ ഇല്ല, അവരത് അറിഞ്ഞില്ല. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ നമുക്ക് ഏത് നിമിഷവും നഷ്ടപ്പെടാം. പക്ഷെ മാതാപിതാക്കൾ മക്കളോടൊത്ത് വളരുവാനും മക്കളോടൊത്ത് ജീവിക്കുവാനും സാധിക്കണം. മക്കളുടെ ജീവിതത്തിൽ മക്കളുടെ കാര്യങ്ങളിൽ ഒരു ജാഗ്രത മാതാപിതാക്കൾക്ക് എപ്പോഴും വേണം. യേശു തമ്പുരാന് താൻ കുരിശിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ, ജെറുസലേമിലേക്ക് പോകും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണം. മക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് ഇന്ന പ്രായത്തിലെന്നില്ല, ഏത് പ്രായത്തിലും, കുഞ്ഞു പ്രായത്തിൽ മക്കൾ നഷ്ടപ്പെടാം, പല വിധത്തിൽ നഷ്ടപ്പെടാം. ഇപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടു പോകുന്ന മനുഷ്യരുണ്ട്, മക്കളെ തട്ടിക്കൊണ്ടു പോകുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞായിരിക്കുമ്പോൾ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. എത്ര കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന മക്കൾ, മാതാപിതാക്കൾ പാപത്തിൻ്റെ പെടുവിൽ ചെന്ന് വീഴുന്ന സന്ദർഭങ്ങളുണ്ട്. മദ്യപാനത്തിനടിമയാകുന്ന മക്കളുണ്ട്, മയക്കുമരുന്നിനടിമയാകുന്ന മക്കളുണ്ട്, തിന്മയുടെ പാപത്തിൻ്റെ വഴിയിൽ തീരുന്ന മക്കളുണ്ട്, കൂട്ടുകൂടി കൊള്ളയും കൊലപാതകവും നടത്തുന്ന മക്കളുണ്ട്. അങ്ങനെ ഏത് വിധത്തിലും മക്കൾ നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയോടെ നമ്മൾ ബോധമുണ്ടാകണം. അപ്പോൾ മക്കളുടെ കൂടെ വളരാൻ, മക്കളെ ആത്മീകമായി ചൈതന്യത്തെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ഓർക്കണം, അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് വീടൊരുക്കി കൊടുക്കുക, അവർക്ക് വസ്തു വാങ്ങിച്ചു കൊടുക്കുക, സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, മക്കൾ ദൈവമക്കളായി വളരണം. നല്ല കൂട്ടുകാരോടൊത്താണ് അവർ വസിക്കുന്നത്, നല്ല പുസ്തകങ്ങളാണോ അവർ വായിക്കുന്നത്, അവരുടെ ഇടപാടുകളൊക്കെ നല്ലതാണോ, നമ്മുടെ വീട്ടിലെ നമ്മുടെ സംസർഗം വഴി നമുക്കത് മനസ്സിലാകണം. അവരുടെ സംസാരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവരുടെ ഫോണുകളൊക്കെ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കണം. അവരുടെ ബന്ധുക്കളാരൊക്കെയാ, കൂട്ടുകാരാരൊക്കെയാ, അവരെ സംസാരിക്കുന്നത് എന്തൊക്കെയാ, അവർ കാണുന്നത് എന്തൊക്കെയാ, അവർ കേൾക്കുന്നത് എന്തൊക്കെയാ, അവരുമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഈ മകൻ നഷ്ടപ്പെട്ടു പോകുന്നു. 3 ദിവസം മക്കൾ നഷ്ടപ്പെട്ടു പോയി വേദനയിൽ കഴിയുന്ന അപ്പനും അമ്മയും ചിന്തിച്ചു നോക്കുകയും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അവർ തിരിച്ച് ജെറുസലേമിൽ പോയി. ഇവിടെയാണ് 3ാമത്തെ ചിന്ത വരുന്നത്. അവനെ ജെറുസലേമിൽ പോയി അവനെ കണ്ടെത്തിയത് ദേവാലയത്തിൽ ഉപാധ്യായന്മാരുടെ നടുവിലിരിക്കുന്ന മകനെയാണ്. നാം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ മക്കളെ അബദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ അവരെ എവിടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും? ദേവാലയത്തിൽ കണ്ടെത്താൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ അടുക്കൽ കണ്ടെത്താൻ സാധിക്കുമോ? ദൈവീയ കാര്യങ്ങൾ ഇടപെടുന്നവരെ കണ്ടെത്താൻ സാധിക്കുമോ? നാം നമ്മുടെ മക്കളെ പല കാര്യങ്ങൾക്കും പറഞ്ഞു വിടും. പക്ഷെ ദൈവീയ കാര്യങ്ങൾ പറയുമ്പോൾ നാം പറയും, അതിന് സമയമില്ല, കുഞ്ഞിനെ ട്യൂഷന് പോകണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകണം. പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയമില്ല. ഒരു ധ്യാനത്തിനോട് പറഞ്ഞാൽ ഏതാണ് കണ്ട് അസാധ്യമായ കാര്യങ്ങളുണ്ട് പറയുന്നത് പോലെ ഒരു ധ്യാനം നടത്തണം, നല്ല കുമ്പസാരം നടത്തണം, കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും പോലും പ്രയാസമാണ്. സൺഡേ സ്കൂൾ പഠിക്കണം, മതബോധനം പഠിക്കണം. ട്യൂഷന് പോകുന്ന 3 വയസ്സിലെ ട്യൂഷനെ കൂടുന്ന കുഞ്ഞിനെ 5 വയസ്സിൽ പോലും മതാധ്യയനത്തിന് വിടുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടാലും അവനെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കണ്ടെത്തുവാൻ, ദേവാലയത്തിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. 4ാമതായി നാം കാണുന്നത് കുടുംബത്തിൽ വേണ്ട അത്യാവശ്യ ഒരു കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ. ഈ അമ്മയും ഈ അപ്പനും കൂടി ഈ മകന്റെ അടുക്കൽ ചെന്നു. അമ്മയാണ് പരാതി പറഞ്ഞത്, മോനെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്, മോനെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? മകനു ഉത്തരവുണ്ട്. എന്നിട്ട് അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ അപ്പനും ഞാനും കൂടി എന്തുമാത്രം വിഷമിച്ചു. ഞാൻ ഉത്കണ്ഠയോടെ തന്നെ അന്വേഷിക്കുകയായിരുന്നു, ഉത്കണ്ഠയോടെ. അമ്മ അപ്പന് കൊടുക്കുന്ന പ്രാധാന്യം, മോനെ നിന്റെ അപ്പനും ഞാനും കൂടി. ഇവിടെ നിങ്ങൾ ഓർക്കണം, മറിയത്തിന് സ്പഷ്ടമായിട്ടറിയാം യൗസേപ്പ് അവന്റെ അപ്പനല്ല എന്ന്. എന്നിട്ട് പോലും അപ്പനെ ഉയർത്തി കാണിക്കുവാൻ, അപ്പനെ മഹത്വീകരിക്കുവാൻ, അപ്പന് ബഹുമാനം കൊടുക്കുവാൻ, അപ്പന് ആദരവ് കൊടുക്കുവാൻ അമ്മ ശ്രദ്ധിക്കുന്നത് കാണാൻ സാധിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു സംഭാഷണം നടത്തുകയാണെങ്കിൽ എങ്ങനെയാ പറയുന്നത്? മോനെ ഞാനും നിന്റെ അപ്പനും കൂടി എന്നെ പറയാറുള്ളൂ.
പക്ഷെ ഇവിടെ മറിയം ബോധപൂർവം നിന്റെ അപ്പനും ഞാനും കൂടി എന്ന് പറയുന്നു. ഭവനത്തിൽ എപ്പോഴും അപ്പനാണ് പ്രധാനപ്പെട്ട സ്ഥാനം. നമ്മൾ നമ്മുടെ ശരീരം എടുത്താൽ തല ാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞ പോലെ ഈ കുടുംബത്തിൽ അപ്പനാണ് തലവൻ, അപ്പനാണ് തല, അപ്പനാണ് പ്രാധാന്യം. അപ്പനെ മാറ്റിവെച്ച് ഒരു കുടുംബമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഒന്നാം സ്ഥാനം അപ്പന് കൊടുക്കണം. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആലോചനകൾ ഒന്നാമതായി അപ്പനോടായിരിക്കണം. തീരുമാനങ്ങൾ അപ്പനായിരിക്കണം. അപ്പന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് അമ്മയും മക്കളും തയ്യാറാകേണ്ടത്. അല്ലെ അമ്മ മക്കളോട് ചേർന്നുകൊണ്ട് അവരുടെ തീരുമാനങ്ങളും അവനിഷ്ടങ്ങളും അനിഷ്ടങ്ങളും നടത്തുക. കാരണം അതാണ് എളുപ്പം. അമ്മയ്ക്കും മക്കളോട് ഒന്ന് ചേർന്ന് പോകാനാണ് എളുപ്പം. പക്ഷെ അപ്പൻ ചിലപ്പോൾ പ്രതികൂലമായി ചിന്തിച്ചെന്ന് വരാം, അവർ ചിന്തിക്കുന്ന വ്യത്യസ്തമായി പറഞ്ഞെന്ന് വരാം. പക്ഷെ അത് ഉൾക്കൊള്ളുവാനായിട്ട് അമ്മമാർക്ക് മക്കൾക്ക് സാധിക്കണം. അപ്പനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്നാം സ്ഥാനം ഭവനത്തിൽ അപ്പനാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അഞ്ചാമതായിട്ട് നാം കണ്ടുമുട്ടുന്നത് എന്താണ് കാണുന്നത്? അവൻ തിരിച്ചു വരുന്നു. മാതാപിതാക്കളോട് അവൻ തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വന്നത് അവന്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് വിധേയനായി അവൻ ജീവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ഭൂമിയിൽ നല്ല കാലത്തോളം ജീവിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് മക്കൾ ജീവിക്കണം. മക്കൾ എത്ര ഉയരത്തിലായാലും, മക്കൾക്ക് എത്ര വലിയ വിദ്യാഭ്യാസം കിട്ടിയാലും, മക്കൾക്ക് എത്ര സമ്പന്നരായാലും, മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും, മാതാപിതാക്കൾക്ക് വിവരമൊന്നുമില്ലെങ്കിലും, മക്കൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. ഇവിടെ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഓർത്തോണം, സർവജ്ഞാനിയാണെന്ന് ഓർത്തോണം, സർവസമ്പന്നനാണെന്ന് ഓർത്തോണം, സർവശക്തനാണെന്ന് ഓർത്തോണം. പക്ഷെ അവൻ വന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ അവന്റെ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് ജീവിക്കുന്നു. അപ്പനെയും അനുസരിക്കുന്നു, അപ്പനെയും സ്നേഹിക്കുന്നു. അപ്പനും അമ്മയ്ക്കും പുണ്യങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യേശുവിനെ നമ്മൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു. എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയ ഗുണങ്ങളിലൊന്നാണ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആറാമതായിട്ട് നാം ഈ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഇതാണ്: അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുക. വേദപുസ്തകത്തിൽ വളരെ വളരെ കുറച്ച് വാക്കുകളെ മറിയം പറയുന്നുള്ളൂ. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്. അവൾ അവിടുത്തെ ഒരു കാര്യങ്ങളിലും മുൻതൂക്കം എടുക്കുവാനോ പ്രാധാന്യം കാണിക്കുവാനോ ശ്രമിക്കുന്നില്ല. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന്. ഇഷ്ടമുള്ളതൊക്കെ പറയുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നില്ല. അവിടെ ആവശ്യമുള്ളത് പോലും പറയുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നില്ല. എല്ലാം ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അമ്മ, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അമ്മ, ദൈവ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന ഒരു അമ്മ, ദൈവ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു അമ്മ. നമ്മൾ അങ്ങനെയാകണം. ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏഴാമതായിട്ട് നാം കണ്ടുമുട്ടുന്നത് യേശു എങ്ങനെയാ വളർന്നത്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. അവൻ ദൈവത്തിന് പ്രിയകരനായി, അവൻ മനുഷ്യന് പ്രിയകരനായി. എങ്ങനെ? ജ്ഞാനത്തിലും പ്രായത്തിൽ വളർന്നതോടൊപ്പം ജ്ഞാനത്തിലും വളർന്നു. ജ്ഞാനം ദൈവത്തിന്റെ അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് യേശു വളർന്നു വന്നത്. പ്രിയ സഹോദരങ്ങളെ, അവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അവൻ അവിടെ ജീവിച്ചത് 30 വർഷം യോസേഫിനടുത്താ ജീവിച്ചത്. ജോലി ചെയ്ത് അപ്പനെ സഹായിച്ചവൻ ജീവിച്ചു, അമ്മയെ സഹായിച്ചവൻ ജീവിച്ചു കുടുംബത്തിൽ. അത് കഴിഞ്ഞാണ് അവന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കാമെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിൽ എത്ര മഹനീയമായ സംഭവങ്ങളാണ് കാണുന്നത്. ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായ സംഭവങ്ങൾ. ഒന്നാമതായിട്ട് നാം പറഞ്ഞു, ദേവാലയത്തിൽ പോകുന്ന മാതാപിതാക്കൾ മക്കളെ ജാഗ്രതയോട് കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്. നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെട്ടാലും അവനെ ദേവാലയത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അപ്പന് പ്രാധാന്യം കൊടുക്കുന്ന അമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു മകൻ. ഇതിനേക്കാൾ മനോഹരമായ ഒരു കുടുംബത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഇതിന്റെ രീതിയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മാതാപിതാക്കൾ മക്കളോടും, മക്കൾക്ക് മാതാപിതാക്കളോടും ഭേദ്യമായ ദൈവീകമായ ഒരു സ്നേഹവും ബഹുമാനവും ബന്ധവും ഉണ്ടാകുന്നവനും സ്വർഗീയമായ നല്ല കുടുംബങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും
നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2025 എല്ലാ അനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.